അമേരിക്ക വീണ്ടും ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കുകയാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ രാജ്യത്തുള്ള ജനങ്ങൾ അവരുടെ പ്രസിഡന്റ് പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാൽ തങ്ങളുടെ ലൈഫ് എങ്ങനെയാണേലും ഒരു കുഴപ്പവുമില്ല എന്നാണ് അവരുടെ ധാരണ. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട 99 ആൾക്കാരും ബലഹീനത ഉള്ളവരാണ്. മോശ തൊട്ട് അബ്രഹാം തൊട്ട് ദാവീദ് തൊട്ട് ശലോമോൻ തൊട്ട് പത്രോസ് പൗലോസ് ഇങ്ങനെയുള്ള എല്ലാവരുടെയും ജീവിതം പരിശോധിച്ചാൽ അവരുടെ എല്ലാം ജീവിതത്തിൽ ബലഹീനതയുണ്ടായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ ഇലക്ഷന് വേണ്ടി ഒരു പ്രസിഡന്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിനേക്കാൾ അവരെ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഏത് രാജ്യത്തിനും അതിനൊരു സെക്യൂരിറ്റി സിസ്റ്റമുണ്ട്. അതിൻ്റെ ഒരു ബോർഡർ കാവൽ ചെയ്യാൻ പട്ടാളക്കാരുണ്ട്. എല്ലാ രാജ്യവും അവരുടെ ബോർഡർ കാവൽ ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൽ സംഭവിച്ച ബോർഡറിൽ ഒരു ചെറിയ വീഴ്ച പറ്റിയതുകൊണ്ടാണ് ആ യുദ്ധം ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ബോർഡറിലേക്ക് തുറന്നിട്ടിട്ട് ആര് കടന്നു വന്നാലും ഏത് ക്രിമിനൽ കടന്നു വന്നാലും അവരെയെല്ലാം സ്വീകരിച്ച് അവരെ എന്തിന് കടന്നു വന്നു, എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് പോലും ചിന്തിക്കാതെ ഈ രാജ്യത്തിന് വേണ്ടി അധ്വാനിച്ച ആൾക്കാർ തെരുവിൽ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെ സൽക്കരിച്ച് ഹോട്ടലിൽ കൊടുത്ത് അവരെ സൽക്കരിക്കുന്ന രീതി ഒരു രാജ്യത്തിന് ഭൂഷണമല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്തിനു വേണ്ടി ആണ് ഒരു പ്രസിഡന്റ് നിൽക്കുന്നതെന്ന് ചിന്തിക്കേണ്ടത്. പ്രസിഡന്റിൻ്റെ പേഴ്സണൽ ലൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരോട്, ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ നിന്നും ശലോമോൻ്റെതായ സദൃശവാക്യങ്ങളും ഉത്തമഗീതവും സഭാപ്രസംഗിയും ഒക്കെ നിങ്ങൾ വായിക്കരുത്, ഇത് മാറ്റണം. കാരണം ജീവിതത്തിൽ ഈ പറയുന്ന യാതൊരു മൂല്യങ്ങളും ഇല്ലാതെ ജീവിച്ച ഒരു വ്യക്തിയാണ്. ദൈവത്തിന് ഇത് പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി ആലയം പണിത ആൾ, ഇതെല്ലാം ചെയ്തിട്ട് അവസാനം അന്യ ദൈവങ്ങൾക്ക് പൂജ വരെ അർപ്പിക്കേണ്ടി ഇതിലേക്ക്. അങ്ങനെ ഒരാളെ എഴുതിയതാണെങ്കിൽ നിങ്ങളിത് വായിക്കരുത്. അപ്പം ഒരു വ്യക്തിയിൽ നിങ്ങൾ നോക്കുന്നത് ആ വ്യക്തിയുടെ ലൈഫ് സ്റ്റൈലാണോ, ആ വ്യക്തി എന്തിനു വേണ്ടി നിലനിൽക്കുന്നു. ഈ രാജ്യം ഇന്ന് കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി അമേരിക്ക കെട്ടിപ്പടുത്തത് ചില മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായാണ്. ക്രിസ്തീയ പ്രിൻസിപ്പിൾ അതിൻ്റെ അകത്തുണ്ട്. അന്യോന്യം സ്നേഹിക്കുകയും കരുതുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഇതുണ്ട്. ദൈവവചനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ മൂല്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത ഒരു പ്രസിഡന്റാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അമേരിക്ക ഭരിച്ചത്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി എന്ത് ചെയ്താലും വേദപുസ്തകം തെറ്റെന്ന് അക്കമിട്ടു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓക്കെ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ രാജ്യം പോകുമ്പോൾ ചില മൂല്യങ്ങൾക്ക് വില കൊടുക്കുകയും അതിനുവേണ്ടി നിൽക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രസിഡന്റിനെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ ആ വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു വന്ന ചില സ്വഭാവ ദൂഷ്യങ്ങളെ എടുത്തു കാണിച്ചിട്ട് അതിനെതിരെയല്ല നമ്മൾ നിൽക്കുന്ന. നമ്മുടെ ജനറേഷൻ, അടുത്ത തലമുറ ഈ രാജ്യത്ത് നിലനിൽക്കുവാൻ കഴിഞ്ഞ 200-300 വർഷക്കാലം ഈ രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ട് വന്നതായ ചില മൂല്യങ്ങൾക്ക് ശോഷണം സംഭവിക്കുമ്പോൾ അതിനുവേണ്ടി നിൽക്കുന്ന, രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്ന, രാജ്യത്തിൻ്റെ യങ് ജനറേഷനെ ട്രക്ക് അഡിക്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഇതുപോലെയുള്ള അക്രമാസക്തമായ ജനങ്ങൾ ബോർഡറിൽ കൂടി യാതൊരു നിയന്ത്രണവുമില്ലാതെ ഈ രാജ്യത്തിലേക്ക് കടന്നു വന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളെ, യങ് ജനറേഷനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെയെല്ലാം എതിർക്കുന്ന, രാജ്യത്തിൻ്റെ ബോർഡർ സംരക്ഷിക്കുന്ന, രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് ഉന്നതമായ സെക്യൂരിറ്റി പ്രദാനം ചെയ്യുന്ന ഒരു നേതാവിനെയാണ് ഈ സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അല്ല എങ്കിൽ അടുത്ത തലമുറ, ഇന്ന് നിങ്ങൾക്ക് കാണാം ലണ്ടനിൽ സംഭവിക്കുന്നത്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ സംഭവിക്കുന്നത്, ഇതിനൊക്കെയും നിയന്ത്രണം വരുത്തുന്ന, അതിനെതിരെ ശബ്ദമുയർത്തുന്ന ഈ രാജ്യത്തിലെ ഒരു സെനറ്റർ ആയിക്കോട്ടെ, കോൺഗ്രസ്മാൻ ആയിക്കോട്ടെ, അദ്ദേഹം
ഈ രാജ്യത്തിൻ്റെ പ്രതിനിധിയായി തിരഞ്ഞെടുപ്പെട്ട് കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഈ രാജ്യത്തിന് വേണ്ടി അല്ല നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സിറ്റിസണായിരിക്കാൻ യോഗ്യനല്ല. അപ്പോൾ ഈ രാജ്യത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി ആണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ അത് രാജ്യസ്നേഹമല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മൂല്യങ്ങൾക്കും ക്രിസ്തീയ പ്രിൻസിപ്പിളിനും പ്രാധാന്യം കൊടുക്കുന്നത്. തെറ്റ് എല്ലാവരും ചെയ്യും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും തെറ്റുകാരാണ്. എൻ്റെ ലൈഫിൽ ഇന്ന് വരെ യഥാർത്ഥത്തിൽ മനസാക്ഷി അനുസരിച്ച് ഒരു ദിവസവും ജീവിക്കാൻ സാധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ ക്രിസ്തു തൻ്റെ രാജ്യത്തിൻ്റെ പ്രജകൾ ആയിരിക്കേണ്ടവർക്ക് വേണ്ടതായ ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നതാണ് മത്തായി 5, 6, 7 അധ്യായങ്ങൾ. അത് പാലിക്കുവാൻ നമ്മളിൽ 90% ആൾക്കാരും സമയമെടുക്കാറില്ല, ചിന്തിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുത്തൻ ഒന്നിത്തെറ്റിയാൽ സകലത്തിലും തെറ്റുകാരൻ എന്നാണ് ബൈബിൾ പറയുന്നത്. ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണൽ ലൈഫിലുണ്ടായ ചില കാര്യങ്ങളെ മാത്രം എടുത്തിട്ട് അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്കെതിരെ നിങ്ങൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ നിങ്ങൾക്കെതിരെയാണ് ചൂണ്ടുന്നത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഒരു മനുഷ്യനും കർത്താവായ യേശുക്രിസ്തു അല്ലാതെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റായ ആൾക്കാരെ ചേർക്കുവാൻ അല്ല കർത്താവ് വന്നത്, അവർക്ക് വേണ്ടിയല്ല കർത്താവ് യാഗമായി തീർന്നത്. മനുഷ്യ ജീവിതത്തിൽ ബലഹീനതകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജനസമൂഹത്തെയാണ് നമുക്ക് വേണ്ടത്. അല്ല എന്ത് ചെയ്താലും ദാറ്റ് ഈസ് ഓക്കെ, അത് അവർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകട്ടെ എന്ന് പറയുന്ന ഒരു സമൂഹത്തെയല്ല. തെറ്റ് ഞാൻ ചെയ്താൽ അത് തെറ്റെന്ന് സമ്മതിക്കണം, പക്ഷെങ്കിൽ ആ തെറ്റ് കുഴപ്പമില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജ്യം ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ സമയത്ത് ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വേണ്ടി നിൽക്കുന്ന, ഈ രാജ്യത്തിൻ്റെ ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന, ഈ രാജ്യത്തെ യങ് ജനങ്ങളെ നല്ല പാതയിൽ നടത്തുവാൻ തക്കവണ്ണം കോൺസ്റ്റിറ്റ്യൂഷനിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന ബാഹ്യശക്തികൾക്കും ബാഹ്യമായ രാജ്യത്തിൻ്റെ തകർക്കുവാൻ നിൽക്കുന്ന ശിഥില ശക്തികൾക്കും സപ്പോർട്ട് ചെയ്യാത്ത ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ ഈ തിരഞ്ഞെടുപ്പ് ഇടയായി തീരട്ടെ. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.